ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റത്തെ വീക്ക് നമ്മളൊരു നല്ലൊരു ബിയറിഷ് വീക്കായിരുന്നു. മാർക്കറ്റ് നല്ലോണം ഫാളായിട്ടുണ്ട്. ഈവൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഇൻഡൈസിസിൽ എല്ലാത്തിലും നല്ലൊരു ഫാള് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു വിക്സിൻ്റെ കാര്യങ്ങൾ. വിക്സ് കൂടുകയാണെങ്കിൽ നമുക്ക് നല്ല ഫിയർ കൂടും. അങ്ങനെ ഫിയർ കൂടി കഴിഞ്ഞാൽ മാർക്കറ്റ് മേ ബി താഴേക്കും വീഴാം, അതുപോലെ തന്നെ തിരിച്ചും കയറാം. നമുക്ക് നല്ലൊരു വോളറ്റൈലിറ്റി മാർക്കറ്റിൽ കീപ്പ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഇനി വരുന്ന ദിവസങ്ങളിലുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ള ലാസ്റ്റത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു. ഞാൻ ഫ്രൈഡേ കുറച്ച് നല്ലൊന്ന് കൺസോൾഡേറ്റ് ചെയ്യായിരുന്നു. മീൻസ് അത് വലിയ മൂവ്മെൻ്റ് ഒന്നും അധികം ഉണ്ടായിട്ടില്ല. ബട്ട് ബാങ്ക് നിഫ്റ്റി നല്ലൊരു ഫോൾ ഉണ്ടായിരുന്നു. ആൻഡ് നിഫ്റ്റി ഒന്ന് മേളിലേക്ക് പോകാൻ ശ്രമിച്ചു. ബട്ട് നമുക്കറിയാം നമ്മുടെ സപ്ലൈ സോണിൽ നിന്നാണ് ആ ഒരു ഫോൾ ഉണ്ടായത്. അപ്പോൾ കൃത്യമായിട്ട് സപ്ലൈ സോൺ ആൻഡ് ഡിമാൻഡ് സോണിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുക. മീൻസ് ടെലഗ്രാം ചാനലിൽ എപ്പോഴും ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. സപ്ലൈ സോൺ, ഡിമാൻഡ് സോൺ. അത് നമ്മുടെ ഇന്നലത്തെ ഡേ ലോ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് പോകുമ്പോൾ അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോരുന്നു. ചിലർ പറയും എന്താണെന്ന് പോലും അറിയില്ല. മീൻസ് അതിൻ്റെ മെയിൻ റീസൺ അവിടെ ഡിമാൻഡ് സോൺ ഉണ്ടാവും. അപ്പോൾ ആ ഡിമാൻഡ് സോൺ അറിയാം. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡിമാൻഡ് സോണും സപ്ലൈ സോണും അറിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ ഫാൾസ് ബ്രേക്ക് ഔട്ടിലൊക്കെ കയറാണ്ടിരിക്കും. ഈവൻ ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് വിക്സ് പ്രീമിയം കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വൺസ് അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസൊക്കെ പെട്ടെന്ന് ഹിറ്റാവാനുള്ള ചാൻസ് അധികമായിട്ട് നിൽക്കുന്നുണ്ട്. മീൻസ് നമുക്ക് ലോസ് ഒരുപാട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തുള്ള സോൺസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ കുറേ കൂടി നമ്മുടെ ട്രേഡിങ് കാര്യങ്ങൾ എളുപ്പമാകും. സോൺ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് റിവേഴ്സ് കിട്ടുന്നതെങ്കിൽ അങ്ങനെ റിവേഴ്സ് ട്രേഡിന് അപ്രോച്ച് ചെയ്യുക. ആൻഡ് അവിടെ ബ്രേക്ക് കാണണമെങ്കിൽ ആ ബ്രേക്കിന് നോക്കുക. അവിടെ വെച്ച് നമുക്ക് ലിമിറ്റഡ് ലോ സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ട്രേഡിൽ കയറാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലാസ്റ്റത്തെ മീൻസ് നമ്മൾ ടെലഗ്രാം ചാനൽ ഓൾറെഡി ഷെയർ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഈവൻ ഡിമാൻഡ് സോൺ, സപ്ലൈ സോൺ. ഇവിടെ നമുക്കറിയാം ഇത് നിഫ്റ്റിയുടെ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺ ആയിരുന്നു. ആൻഡ് വൺസ് നിഫ്റ്റി അവിടെ നിന്നാണ് റിട്ടേൺ ആയത്. ആൻഡ് ഓൾസോ ബാങ്ക് നിഫ്റ്റിയുടെയും കാണാം. ബാങ്ക് നിഫ്റ്റിയും സപ്ലൈ സോണിലേക്ക് നല്ല ഫാസ്റ്റായിട്ട് തന്നെയായിരുന്നു മൂവ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ഫേസിങ് റെസിസ്റ്റൻസ് ആയിരുന്നു. സപ്ലൈ സോണിൽ നിന്നായിരുന്നു ആ റെസിസ്റ്റൻസ് ഉണ്ടായത്. കാരണം നിഫ്റ്റിക്കും സപ്ലൈ സോണിൽ നിന്ന് തന്നെ നമുക്ക് റിജക്ഷൻ ഉണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ടായിരുന്നു നിഫ്റ്റി കംപ്ലീറ്റ്ലി സൈഡ് വേസ്. ബട്ട് ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒന്ന് താഴേക്ക് പോയി. അവിടെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അതായിരുന്നു ലാസ്റ്റത്തെ ഒരു ഇൻട്രാഡേ അനാലിസിസ് അടക്കം ജസ്റ്റ് ഒന്ന് ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തു എന്ന് മാത്രം. ഇത് നമുക്ക് നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടാണ്. ഇവിടെ നമുക്ക് കാണാം, നമുക്ക് നല്ല ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ ക്ലോസിംഗ് ആണ് കിട്ടിയത്. ഇത് ശരിക്കും നമുക്ക് നല്ല ഒരു ബിയറിഷ് ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് നല്ലൊരു അപ് ട്രെൻഡ് അവിടെ നിന്നൊരു ലോ എടുത്തു, പിന്നെയും ഒരു ഹൈ എടുത്തു. ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഡബിൾ ടോപ്പും കൂടി ആവാൻ എന്താക്കുന്നുണ്ട്. ഇതിന് നമുക്കൊരു ചാൻസ് വേണമെങ്കിൽ നമുക്ക് ഇതിനെയും പറയാം. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു ബിയറിഷ് സെൻറ്റിമെൻറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് 22,000 ഈവൻ അത് എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ ഈവൻ നമുക്ക് നമ്മുടെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അവിടെ നമുക്ക് ബിയറിഷ് സെൻറ്റിമെൻറ്റാണ് മാർക്കറ്റിലുള്ളത്. അപ്പോൾ ഇനി ഒരു ഹൈ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. മീൻസ് നമുക്ക് അവിടെ നിന്നൊരു കംബാക്ക് ഉണ്ടാവാനുള്ളൊരു ചാൻസ് വളരെ കുറവാണ്. അൺലെസ് നമുക്കൊരു 22,300 ഒക്കെ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രം ആയിരിക്കും. അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് നമുക്കിതിനൊരു കണ്ടിന്യൂ തരാണ്ട് ഇവിടെ നമുക്കൊരു നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ വരാം. ഇവിടെ നമുക്ക് നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ വന്നു. ദെൻ നമുക്ക് ബൈയിങ് ക്യാൻഡിൽ വന്നു, നിഫ്റ്റി മേളിലേക്ക് പോയി. ആൻഡ് നമുക്കിവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലല്ല വന്നത്. ആ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് ഇൻഡിസിഷൻ ക്യാൻഡിലിന് ശേഷമുള്ള ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർക്കുക. അത് നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് നിഫ്റ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കാം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഓൾമോസ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇൻഡിസിഷൻ ക്യാൻഡിൽസൊക്കെ ഇവിടെ 2-3 ഫോം ചെയ്തു. ബട്ട് ഒരു ഹാങ്ങിങ് മാൻ ടൈപ്പ് ക്യാൻഡിലാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിക്കും മേളിൽ ഫോം ചെയ്തേക്കുന്നത്. നമുക്കറിയാം ഒരു ഹാങ്ങിങ് മാൻ അല്ല, റിവേഴ്സ് ഹാൻഡിൽ, ഓൾമോസ്റ്റ് ഹാങ്ങിങ് മാൻ എന്ന് വേണമെങ്കിൽ പറയാം.
ഒരു റിവേഴ്സ് ഹാമർ ടൈപ്പ് ക്യാൻഡിലാണ് ഇവിടെ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഫോം ചെയ്തേക്കുന്നത്. ആൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബിയറിഷ് ക്യാൻഡിലും ഫോം ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. അപ്പോൾ രണ്ട് ക്യാൻഡിലും വീക്ക്ലി ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ല ബിയറിഷ് സെൻറ്റിമെൻറ്റ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കിയാലും ഓൾമോസ്റ്റ് സെയിം ആവാനുള്ള ചാൻസ് തന്നെയാണ്. നമുക്കിനി ഒരുപാട് ടൈം ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട് തന്നെ നമുക്ക് നോക്കാം. ഒരുപാട് ടൈം അതിൽ സ്പെൻഡ് ആക്കുന്നില്ല. ഇവിടെ നമുക്ക് നല്ല ബൗൺസ് ബാക്കിൻ്റെ ഒരു ഏരിയയൊക്കെ 21,700 ബട്ട് ശ്രദ്ധിക്കുക, നമുക്ക് നല്ലൊരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് എന്താ പറയുക, നമുക്കൊരു നല്ല ബെയർ സെൻറ്റിമെൻറ്റാണ് ഉണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഒരു ക്വിക്ക് എന്താ പറയുക, പെട്ടെന്നുള്ള ഒരു ചേഞ്ച്, പെട്ടെന്നുള്ള ഒരു ബൈ ഇവിടെ വന്നം എന്നില്ല. അപ്പോൾ ആ ഒരു ലെവൽ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഇൻട്രാഡേ ചെയ്യുന്നവർ, എങ്ങനെയാണ് അവിടുത്തെ ഒരു ഫോർമേഷൻ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈവൻ 4 hour ടൈം ഫ്രെയിമിലാണെങ്കിലും നമുക്ക് കാണാം ഇവിടെ നിന്ന് നല്ലൊരു ലോ എടുത്തു, ഹൈ ലോയിൽ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ, അതായത് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞാൽ, നമുക്ക് ജസ്റ്റ് മിനിറ്റ് 22,900 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഫോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്ത സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 21,700 ലെവൽസാണ്. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ ഇനിയും ഫോൾ ഉണ്ടാവും. നിഫ്റ്റിയിലാണ് പറയുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിക്കും ഓൾമോസ്റ്റ് ആ ഒരു സെയിം ഫോർമേഷനിൽ തന്നെ ഒരു ലോ എടുത്തു, 4 hour ടൈം ഫ്രെയിം ലോ, ഹൈ, പിന്നെയും ലോ, ചെറിയൊരു ഹൈ, പിന്നെയും ലോ. ഇവിടെ നമുക്കൊരു അടുത്തൊരു ഹൈ വന്നിട്ടില്ല, ബട്ട് അവിടെ നിന്ന് കൺസോൾഡേറ്റ് ചെയ്യാണ് മാർക്കറ്റ്. അപ്പോൾ ഇതും നമുക്കറിയാം ലാസ്റ്റ് ഫ്രൈഡേ ഒരു ലോ ആണ് വന്നേക്കുന്നത്. അത് ഫോളോ ചെയ്താൽ ഈവൻ ബാങ്ക് നിഫ്റ്റി നല്ലൊരു മൂവ് ഡൗൺ സൈഡിലേക്ക് വരാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെയും ആ ഒരു ഹയർ ടൈം ഫ്രെയിം നോക്കുക. ബാങ്ക് നിഫ്റ്റി ഇനി നല്ലൊരു സപ്പോർട്ട് 46,700 ആൻഡ് 500 ലെവൽസിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ലെവൽസിൽ നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ഈവൻ ഇൻട്രാഡേ പ്ലേയേഴ്സിനാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ലെവൽസിൽ എങ്ങനെയാണ് ക്യാൻഡിൽ ഫോർമേഷൻ, ഈവൻ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ ഫോർമേഷനിലേക്ക് ആ ലെവൽസിൽ വന്നാൽ ഒരു ചെറിയൊരു പുൾ ബാക്കിനൊക്കെ കിട്ടും. ബട്ട് മാർക്കറ്റ് അൾട്ടിമേറ്റ്ലി ബെയറിഷ് ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ജസ്റ്റ് നമുക്കൊരു OA അനാലിസിസ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യണ മാതിരി നമുക്ക് OA അനാലിസിസ് ഒന്ന് നോക്കാം. നമുക്ക് നിഫ്റ്റിയുടെ തന്നെ നോക്കാം, ബാങ്ക് നിഫ്റ്റിക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ 48 ബട്ട് ലെസ് സ്ട്രാഡിലാണെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് വീക്കാണ്. മീൻസ് നല്ലൊരു പുട്ട് അൺവൈൻഡിങ് നമുക്ക് 48 കാണാൻ കഴിയുന്നുണ്ട്. ഈവൻ 47,500 ചെറിയൊരു സ്ട്രാഡിൽ ഫോർമേഷനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 47,500 ഈ ഒരു ലെവലാണ്. ഇവിടെ നമുക്കൊരു യെല്ലോ ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. മീൻസ് അത് നമുക്ക് ബ്രേക്ക് ചെയ്താൽ ഇനിയും ഫോൾ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഹ്യൂജായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു യെല്ലോ ലൈൻ മാർക്ക് ചെയ്യാണ്. ആൻഡ് നല്ലൊരു സപ്പോർട്ട് 46,000 ആണ്. 47,000 അല്ലേ, 47,000 ചെറിയൊരു സപ്പോർട്ട് പുട്ട് റൈറ്റിംഗ് അവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഹ്യൂജ് റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ 47,000 48,000 മാറിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഓൾറെഡി റിട്ടേൺ ആയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കോൾ പുട്ട് റൈറ്റിംഗ് സ്ലൈറ്റ് ആയിട്ട് ഇപ്പോഴും അവിടെയുണ്ട്, ബട്ട് കുറഞ്ഞു വരാണ്, മാക്സിമം കൂടി വരുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് 47 ഒരു സ്ട്രാഡിലാണ്. ആൻഡ് റെസിസ്റ്റൻസും ആൻഡ് സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നിഫ്റ്റിയുടെ നോക്കാം. നിഫ്റ്റിക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് എവിടെയാണ് ഉള്ളതെന്ന് നോക്കാം. നിഫ്റ്റിക്ക് ഈവൻ ഓൾമോസ്റ്റ് ഒരു ഈക്വൽ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് സപ്പോർട്ട് അവിടെ ഓൾമോസ്റ്റ് ഈക്വലായിട്ട് നിൽക്കുന്നു. ആൻഡ് റെസിസ്റ്റൻസിന് ഒരു ബൗൺസ് ആൻഡ് പുൾ ഡൗൺ ഒക്കെ വരുന്നുണ്ട്. എങ്ങനെ ആവുമെന്ന് നോക്കാം. സ്ട്രാഡിൽ ഫോർമേഷനാണ്. ആൻഡ് 22,000 to 22,100 എന്താ പറയുക, നമുക്കൊരു സ്ട്രാഡിൽ ഫോർമേഷൻ, ഒരു കൺസോൾഡേറ്റ് മാർക്കറ്റ് കിട്ടാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നു. ഈവൻ നമുക്ക് അതിൻ്റെ മേളിലേക്കാണ് നല്ലൊരു റെസിസ്റ്റൻസ് ഇപ്പോഴും മീൻസ് നിഫ്റ്റിക്കൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഹ്യൂജ് റെസിസ്റ്റൻസ് സ്റ്റിൽ ഇപ്പോഴും 22,500 തന്നെയുള്ളൂ. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് 22,300 ഉള്ളത്. അപ്പോൾ 22,000 22,300 ആ ലെവൽ തന്നെ ശ്രദ്ധിക്കുക. ആൻഡ് നമുക്ക് മാക്സിമം റെസിസ്റ്റൻസ് 22,500 നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് 22,500 ഒന്ന് മാർക്ക് ചെയ്തിടാം. ഈവൻ നമുക്കിനി അത് കൂടാൻ തന്നെയാണ് ചാൻസ് ആയിട്ട് ഉള്ളത്. ബട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു കൺസോൾട്ടേഷൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് ആ ഒരു ലെവൽസിൽ ഒന്ന് വാച്ച് ചെയ്ത് തന്നെ ഇരിക്കുക. ആൻഡ് അതിൻ്റെ താഴേക്ക് നമുക്ക് വീക്കാണ്, സപ്പോർട്ട് നല്ല വീക്കാണ്. ആൻഡ് ഒരു പ്രൈസ് ആക്ഷനിൽ വെച്ചിട്ടുള്ള സപ്പോർട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 22,700 to
22,700 ഓൾമോസ്റ്റ് 22,750 ടു 22,700 ലെവൽസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവൽസ് ശ്രദ്ധിക്കാണ്ട് മേളിലേക്ക് നമുക്ക് നല്ല റെസിസ്റ്റൻസ് കൂടി വരുന്നു. ഈവൻ വീക്ക്നെസ് ആണ് താഴേക്ക് എല്ലായിടത്തേക്കും കാണുന്നത്. ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കാം. ആൻഡ് FISൻ്റെയും DASൻ്റെയും പൊസിഷൻസ് ഒന്ന് നോക്കാം. FIS നമുക്ക് ലാസ്റ്റ് ഫ്രൈഡേ ഒരു ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കൺസോൾട്ടേറ്റ് മാർക്കറ്റായിരുന്നു. അപ്പോൾ ലോങ്ങിലേക്ക് ആരും പോയിട്ടില്ല. ആൻഡ് ദെൻ ഡെയിലി ഇൻഡെക്സിൽ സെല്ലിംഗ് ആയിരുന്നു. ബട്ട് സെല്ലിംഗ് അവർ സ്റ്റിൽ കണ്ടിന്യൂ ആണ്. ബട്ട് സ്ലൈറ്റ്ലി സെല്ലിംഗ് മാത്രമാണ്. നമുക്ക് പോസിറ്റീവാണ്. ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സിൽ ഒന്ന് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണെന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. ബട്ട് ഒരു നല്ല രീതിയിലുള്ള പോസിറ്റിവിറ്റി ഒന്നും കാണാൻ കഴിയുന്നില്ല. ആൻഡ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ കാണാൻ കഴിയുക ഇവിടെ നമുക്ക് കാണാം നമ്മുടെ കോൾ OI എത്ര എക്സാക്റ്റ് ആയിരുന്നു. നമുക്ക് ലാസ്റ്റ് 30th ഏപ്രിൽ ഓൾമോസ്റ്റ് 30th ഏപ്രിൽ വെച്ചിട്ട് FISൻ്റെ പൊസിഷൻസ് കാണാം. കോൾസിൻ്റെ ആ റിട്ടേൺ ഓരോ ദിവസവും നമ്മൾ സംസാരിച്ചൊന്നു വന്ന് പറഞ്ഞത്. ആൻഡ് ആ വീക്ക്നെസ് നമ്മൾക്ക് ഓരോ ദിവസം കാണാൻ കഴിയുന്നതാണ്. ആൻഡ് പുട്ട് റേറ്റിംഗ് കണ്ടില്ലേ ഓൾമോസ്റ്റ് ഹൈ ആയിട്ട് എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്തേക്കാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ ഇനി നമുക്ക് താഴേക്ക് വരുമ്പോൾ OI വെച്ചിട്ട് OI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും FISൻ്റെ സെല്ലിങ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ OI വെച്ചിട്ട് FIS ബിയറിഷ് ആണ് എന്നുള്ള കാര്യം നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ആൻഡ് ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ പ്രോയിൻ്റെ ഭാഗത്ത് DASൻ്റെ ഭാഗത്ത് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവരൊന്ന് സ്ലൈറ്റ്ലി ഒരു പോസിറ്റിവിറ്റി കാണാൻ കഴിയുന്നുണ്ട്. സ്ലൈറ്റ്ലി പോസിറ്റിവിറ്റി ആണ്, നല്ല പോസിറ്റിവിറ്റി ആണെന്ന് പറയാൻ കഴിയില്ല. ആൻഡ് സെല്ലിങ് അവർ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സെല് ചെയ്യുന്നു. അവർ ഒരു മിക്സഡ് വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ആൻഡ് OI ഇൻഡെക്സിൽ അവർ ബിയറിഷ് ആണ്. ലാർജായിട്ട് അവർ പുട്ടിന് അവർ ലോങ്ങിലേക്കും കോൾ അൺവൈൻഡ് ആയിട്ട് കാണാം. ആൻഡ് സ്റ്റിൽ ആ OI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലിങ് തുടരുകയാണ്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിത്ത് സ്ലൈറ്റ്ലി ഒരു കൺസോൾട്ടേഷൻ ഒരു ഫേസ് നമുക്ക് FISൻ്റെ ഭാഗത്തു നിന്നും ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലൊക്കെ സ്ലൈറ്റ്ലി ഒരു കൺസോൾട്ടേഷൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഫ്രൈഡേ ലോ ആണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈവൻ നിഫ്റ്റിക്കാണെങ്കിൽ തേഴ്സ്ഡേ ലോ ആണ് കുറച്ചും കൂടി ഒരു സപ്പോർട്ട് എടുത്ത് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തത്. ഈവൻ 22,000 ഇനി ബ്രേക്ക് ചെയ്താൽ കുറച്ചും കൂടി ഫോള് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടേതായ പൊസിഷൻസ് അതനുസരിച്ചൊക്കെ കീപ്പ് ചെയ്യുക. ഈവൻ നല്ല സപ്പോർട്ട് ലെവൽസൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ലെവൽസിൽ മാത്രം നിങ്ങൾ അവിടെ വരുമ്പോൾ മാത്രം ഒന്ന് ട്രേഡിന് വേണ്ടി അപ്രോച്ച് ചെയ്യുക. ഈവൻ നല്ല ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടിയാൽ കറക്റ്റായിട്ടുള്ള SL ഫോളോ ചെയ്യാൻ മറക്കരുത്. വിക്സാണ് കൂടിയിരിക്കുന്നത്. ഫാള് തുടരുകയാണെങ്കിൽ വലിയ ക്യാൻഡിൽസ് വന്നിട്ടായിരിക്കും SL അടിച്ചു പോവുക. SL ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് വാഷ് ഔട്ട് ആവാനുള്ള ചാൻസ് വരെയുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഓരോ ട്രേഡിലും ഇനി കയറാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.